സാറ് പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് തോന്നിയിട്ടുള്ളതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മിക്കപ്പോഴും ഒരു കർഷകൻ ഒരു കോഴിനെ വളർത്തുകയാണെങ്കിൽ, കുറച്ച് കോഴികളെ വളർത്തുകയാണെങ്കിൽ ആ കർഷകൻ ഒരു കൂട്ടിലേക്ക് വൈകുന്നേരവും കയറ്റുന്നു. അതേപോലെ നമ്മൾ ഓരോ വീടുകളിൽ കയറിയിരിക്കുന്ന പോലെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സാറിന് അതിൽ എന്താണ് പറയാനുള്ളത്? അത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ലേ? അതല്ലെങ്കിൽ സ്ലേവറി ഒരു ആടിമത്തം നിർത്തിയ കാലത്ത് ഒരു ജംഗ്ഷനിൽ കൊണ്ട് അവരെ നിർത്തി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ അവരവിടെ ജനിച്ചു വളർന്നതാണ്. പക്ഷെ അവർക്ക് അറിയില്ല ഞങ്ങൾ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയില്ല. പക്ഷെ അവർക്ക് എന്താ ചെയ്യുന്നതെന്ന് നിന്നുപോയി. അതേപോലത്തെ ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അങ്ങനെ ഒരു ചിന്താഗതി ഞാൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ തന്നെയാണ്. കാരണം ലോകത്തിനെ ആൾക്കാർക്ക് അറിയാതെ വളർത്തുന്ന ഒരു സ്ഥലവും നമ്മളിപ്പോഴും മനസ്സിലാക്കാനുള്ളത് ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടിയായിട്ടുള്ള സംവിധാനങ്ങളോടാണ് ലോകത്ത് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ലോകം രൂപപ്പെട്ടത്. മനുഷ്യരുടെ ലോകം നമ്മൾ പറയുന്നത് അത് പണ്ട് കാട്ടിനകത്ത് നമ്മൾ ഈ ഭക്ഷണം തേടി ജീവിക്കുന്നവരോ അല്ലെങ്കിൽ നായാടി ജീവിക്കുന്ന കാലത്തുള്ളതല്ല. കൃഷിക്കാരായ ഒരു സ്ഥലത്ത് ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് മറ്റുള്ള ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കും. വലിയൊരു കണ്ടുപിടുത്തമാണ് കേട്ടോ. അത് അങ്ങനെ അല്ലെന്ന് ശരീരം മനുഷ്യ ചരിത്രത്തിൽ വലിയൊരു കണ്ടുപിടുത്തമാണ്. മറ്റൊരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് നമുക്ക് ലക്ഷർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാം. അത് കൃഷി ആരംഭിക്കുന്ന സമയത്താണ് ആളുകൾ എല്ലാവരും ഒരിടത്ത് താമസിക്കുകയും അപ്പൊ അതിനകത്ത് കാല് വയ്യാതിരിക്കുന്ന ഒരാള് അയാൾക്ക് എണ്ണിട്ട് പോകാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഭക്ഷണം എടുത്തുകൊണ്ട് വരാൻ അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരാനായിട്ട് പറയുമ്പോഴാണ് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് കാണുന്നത്. മറ്റേത് ഹണ്ടർ ഗ്യാദറേഴ്സ് നമ്മൾ പറയുന്നത് ഭക്ഷണം തേടി ജീവിക്കുന്നവര് എല്ലാവരും കൂടെ ഒന്നിച്ചാ പോകുന്നത്. അല്ലാതെ ആരെങ്കിലും എവിടെങ്കിലും വെച്ചു പോകാനൊന്നും ഒക്കത്തില്ല. നമ്മൾ ഇതൊക്കെ മനസ്സിലാകുന്നത് ലോകത്തിന്റെ മാറ്റത്തിനെ പറ്റി അറിയാതെ ആളുകൾ വിചാരിക്കുന്നുകൊണ്ടാണ്. അപ്പൊ ഒരിടത്ത് ഇരുത്തിയേച്ച് പോയാൽ കടുവായ പിടിച്ചു പോകും. അവരവിടെ കൂടെ പോയേ പറ്റൂ. നമ്മളൊരു സംഘം മാൻകൂട്ടം നടക്കുന്നത് പോലെ, ഒരു കൂട്ടം ആൾക്കുരങ്ങ് നടക്കുന്നത് പോലെ, ഒരു കൂട്ടം പോലെ ആയിരുന്നു മനുഷ്യർ ജീവിച്ചത്. അപ്പൊ മുഴുവൻ പേരും അപ്പൊ നമ്മളിപ്പോ ആൾക്കാർ ഇങ്ങനെ പറയും കാട്ടിനകത്ത് രോഗമുള്ള ഒരു ജീവിയും ഇല്ല, മനുഷ്യർക്ക് മാത്രമേ രോഗമുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി കൊണ്ടാണ് നമ്മൾ രോഗികളായത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഇവിടുത്തെ പ്രകൃതി ചികിത്സകർ പറയുന്ന സ്ഥലമുണ്ട്. കാര്യം അങ്ങനല്ല. കാട്ടിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നിൽക്കുന്നവരെ മാത്രമേ ജീവനോടിരിക്കുകയുള്ളൂ. കടുവ പിടിക്കാതെ വേറെ തന്നെ ആഹാരമാകാതിരിക്കുക, കാലൊന്നും ഒടിഞ്ഞാൽ മതി. അതോടെ പിന്നെ അതിനെ ആർക്കും രക്ഷിക്കാനാകത്തില്ല. അപ്പൊ എഫിഷ്യന്റ് ആയിട്ടിരിക്കുന്നവർ മാത്രം നിലനിൽക്കുന്ന ഒരു ഇടമാണ് നമ്മൾ ഈ പറയുന്ന ആദ്യകാല ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ആദ്യമായിട്ട് ഇപ്പൊ കാല് ഒടിഞ്ഞ് ആ ഒടിഞ്ഞ ആള് ആ കാലിന്റെ എല്ല് രണ്ടാമത് ചേർന്നത് ഏതാണ്ട് ഒരു 50,000 വർഷം മുമ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ആളിനെ എല്ല് ചേരാൻ വേണ്ടി പറ്റുന്നത്രയും കാലം ഒരു ഗുഹയിലോ ഒക്കെ ഇരുന്നെങ്കിൽ മാത്രം അത് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നതും ഇത് ചികിത്സിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ട് മനുഷ്യർ മറ്റുള്ളവരെ കെയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാലത്ത് മാത്രമേ ആ എല്ല് ചേരുകയുള്ളൂ, അല്ല ചേരത്തില്ല. പണ്ട് കാലത്തുണ്ടായിരുന്ന എല്ലാ കാലത്തെയും ഉള്ള എല്ലുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. അപ്പൊ നമുക്കിങ്ങനെ കാണാം എല്ല് ചേർന്ന മനുഷ്യരെന്ന് പറയുന്നവരുടെ ലോകം എന്ന് പറയുന്നത് ഒരു 50,000 വർഷത്തിന് ശേഷമേ ഉള്ളൂ. അത് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ കാണാൻ തുടങ്ങുന്നത് ഒരു 10,000 വർഷം മുമ്പ് കൃഷി ആരംഭിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാതാണ് ആളുകളെ നമ്മളെല്ലാവരും ഈ പരക്കാത്ത ഇങ്ങനെ സൗകര്യത്തോടെ കഴിയുന്ന കഥ കടച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പൊ ഇതിനകത്ത് സംരക്ഷിക്കപ്പെടുന്നവരായി മാറുമ്പോഴാണ് മറ്റവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനെ പറ്റി മനസ്സിലാക്കിയത്. അങ്ങനെ വന്നപ്പോഴാണ് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. അതുവരെ ഒരു ഗോത്രവും വേറെ ഗോത്രവും തമ്മിൽ ഒരു അടി നടന്ന് പിരിയത്തേ ഉള്ളൂ, അല്ലാതെ ഒരാളെ പിടിച്ചോണ്ട് വരത്തില്ല. ഇതങ്ങനല്ല, ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് പണിയെടുപ്പിക്കാം. അപ്പൊ പിടിച്ചുകൊണ്ട് വന്ന ആള് ഓടിപ്പോവും, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കും. തരം കിട്ടിയാൽ നമ്മളെ ഉപദ്രവിക്കും പിടിച്ചോണ്ട് വന്നവരെ. അപ്പം അവരെന്ത് ചെയ്ത് അവന്റെ കാലിലെ വള്ളിയിട്ട് കെട്ടി മറ്റൊരാള് കുന്തവും പിടിച്ച് നോക്കി നിന്ന് വേണം പണിയെടുപ്പിക്കാൻ. അപ്പൊ നിൽക്കുന്നവരും പണിയെടുക്കുന്നവരുമായിട്ടുള്ള ഡിവിഷൻ അങ്ങനെയാണ് ആരംഭിക്കുന്ന ലോകത്ത്. ഈ അടിമയായിരിക്കുന്ന ആളിനെ മെരുക്കാനേ പറ്റും. അയാൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച കാര്യം അറിയാം. അയാളെ പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് അയാളുടെ പാർട്ട്ണറായിരിക്കുന്ന സ്ത്രീയെയും പിടിച്ചോണ്ട് വരും. അവരിലുണ്ടാകുന്ന കുഞ്ഞവിടെ വളരുന്നുണ്ട്. ഈ കുഞ്ഞിനെ കുട്ടിക്കാലത്ത്
വളർത്തിയാൽ ഒരിക്കലും സ്വാതന്ത്ര്യമുള്ള കുട്ടിയായിട്ട് അനുഭവിക്കത്തേയില്ല. അത് വളരുന്ന മുഴുവൻ സമയവും അടിമയായിട്ട്, അപ്പൊ അതിന് ഒരു പാടുമില്ലാതെ ഈ അടിമയുടെ കുഞ്ഞായിട്ട് അടിമ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ട് അങ്ങ് മാറും. അവർക്ക് കാലയിലെ ഇതിടണ്ട, കാരണം അവർക്ക് ഇതേ അറിയാവൂ. അല്ലാതെ ഒരു സ്വാതന്ത്ര്യമായിട്ട് നടന്ന അവർക്ക് അറിഞ്ഞൂടാ. ജയിലിൽ വളരുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ സംബന്ധിച്ചുള്ള ഒരിക്കലും പുറത്തു കൂടി നടന്ന് സ്ട്രീറ്റ് കണ്ടിട്ടില്ലാത്തവരാണ്. ഈ പ്രോസസ്സ് ഒരിക്കൽ ആരംഭിച്ചതിന് ശേഷമാണ് അടിമ കുഞ്ഞുങ്ങളുണ്ടായ ലോകത്താണ് സത്യത്തിൽ നമ്മളെല്ലാവരും കുട്ടിക്കാലം തൊട്ട് പരിശീലിപ്പിച്ചാണ് നമ്മളിങ്ങനെ. വെറുതെ കുഞ്ഞുങ്ങളെ വെറുതെ നോക്കിയാൽ മതി, അവർ ഓടി ചാടി തുള്ളി, അവരെ അറിയുന്നേ ഇല്ല അവർ ദരിദ്രരുടെ വീട്ടിലാണോ ജനിച്ചത്, പണക്കാരുടെ വീട്ടിലാണോ ജനിച്ചത്. അല്ല, ഇത് ആദ്യകാലത്ത് 5-6 വർഷം വരെ അവരറിയില്ല, കളിക്കത്തേ ഉള്ളൂ. ആ സമയത്ത് പതുക്കെ പതുക്കെ നീ മേളിലുള്ളതാണ് താഴെയുള്ളവരുമായിട്ട് കളിക്കരുതെന്ന് പഠിപ്പിക്കുന്നത് തൊട്ട്, ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിക്കുന്നത് തൊട്ട് ഇങ്ങനെ ചെയ്ത് അതിനെയാണ് ഡൊമസ്റ്റിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ആളുകളാണ് ഇന്നിപ്പോൾ ലോകം മുഴുവനുള്ളത്. ഈ ആളുകളോട് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ല, അവരെ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത് സേഫ്റ്റി ആയിട്ടാണ് അവർ അനുഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഥ കടക്കുന്നത് സേഫ്റ്റിയാണ്, പക്ഷെ നമ്മൾ അകത്ത് കയറുമ്പോൾ പുറത്തുനിന്ന് കഥ കൂട്ടുന്നത് സേഫ്റ്റി അല്ല, അത് തടവറയാണ്. ഇതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഈ രണ്ട്, പക്ഷെ ഈ തടവറയിൽ തന്നെ വളരുന്നവരെ സംബന്ധിച്ചോളം അത് ശീലമായി പോകും. ഇത്രയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമുക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകാൻ എളുപ്പമല്ല. നമ്മൾ വീടുകളിലെല്ലാം വളരെ കൃത്യമായി എല്ലാം കിട്ടി വളരുന്നവരും രാവിലെ തൊട്ട് ഇന്നത് ചെയ്യണമെന്ന് പഠിപ്പിച്ച് വളർത്തുന്നവരുമാണ്. അപ്പോഴാണ് അനുസരണയുള്ളവരും അനുസരണയില്ലാത്തവരും മാത്രമേ ഉള്ളൂ ലോകത്ത്. അനുസരണയില്ലാത്തവർക്ക് ഏതെങ്കിലും നിലവാരത്തിൽ ഈ വിഷയം പഠിച്ചാൽ മനസ്സിലാകാൻ കഴിയാത്തവരോ അതിനെ എതിർക്കാനായിട്ടുള്ള ത്വര കൂടുതലുള്ളവരായ കുട്ടികൾ കാണും. അത് 100-ൽ 10 പേരെ കാണുള്ളൂ. അവരെയാണ് നമ്മൾ അനുസരണയില്ല, വികൃതി എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞാൽ അനുസരിക്കത്തില്ല എന്ന് പറയുന്നത്. അവസാനം ക്ലാസ് റൂമിലെത്തുമ്പോൾ ബാക്ക് ബെഞ്ചേഴ്സായി മാറുന്നവരിൽ പ്രധാനപ്പെട്ടവർ അവരായി മാറും. ഇങ്ങനെയുള്ള പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സിനകത്തൂടാണ് നാട്ടിൽ. അപ്പോൾ കുറച്ച് പേര് എന്നും അനുസരിക്കാത്തവരും നിർബന്ധമായിട്ട് അടിമേടിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പേരുണ്ടാകും. ബാക്കി ഒരു 80% ആൾക്കാരും ബേസിലെടുത്ത് അടിച്ചാൽ കറക്റ്റായിട്ട് വന്ന് ഇരിക്കും, എല്ലാ കാര്യവും ചെയ്യും. അങ്ങനെയാണ് നമ്മളെല്ലാം വളർത്തുന്നത്. ഈ വളർത്തിയ ആളിനോട് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ 10% ആൾക്കാരുടെ കൂടെ നടക്കരുതെന്ന് പഠിപ്പിച്ചിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ അവർക്ക് അത് അനുഭവിക്കാൻ പറ്റത്തില്ല. ഭയമുണ്ടാവും. ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് കൊതിയുണ്ടാവും. കളിക്കാനുള്ള നല്ല ഉടുപ്പിട്ടിരിക്കുന്ന, ടാഗോർ പറയുന്ന ഒരു സ്ഥലമുണ്ട്, നല്ല ഉടുപ്പിട്ട കുട്ടിക്ക് ചെളിയിൽ കളിക്കാൻ ആകത്തില്ല. ഉടുപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള കളിക്കുന്നത് താടിക്കും കൈയും ഇരിക്കാനൊക്കെ ഉള്ളൂ. അത് ഭയങ്കര അസ്വാതന്ത്ര്യമായിട്ട് ആ കുട്ടി അനുഭവിക്കുമ്പോഴും ചെയ്യത്തില്ല. ഈ ഉടുപ്പ് ഭയങ്കര പ്രഷ്യസാണ്. കാരണം ഉടുപ്പിന്റെ അപ്രീസിയേഷൻ വേറെ തരത്തിൽ നമുക്ക് കിട്ടും. ആ സമയത്ത് നല്ല ഉടുപ്പിട്ടവരെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന സമയത്ത് ആ ഉടുപ്പ് ഭയങ്കര സംഭവമാണ്. പക്ഷേ കളിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര തടസ്സം. അത് ഊരി വെച്ച് വേറെ ഉടുപ്പിടാനുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പൊ ഇതില്ലാതിരിക്കുന്ന ആ കുട്ടി ഇരുന്ന് ആ സമയത്ത് അനുഭവിക്കുന്ന ദുരിതം ഇതേ ഉടുപ്പ് വലിയ സ്ഥാനം നൽകുന്നതായിട്ട് മാറും. ഇങ്ങനെയാണ് തട്ടായിട്ട് നമ്മളെ ആളുകളുടെ സമൂഹത്തിനകത്ത് വരുന്നത്. പലപ്പോഴും ഒരു സമയത്ത് തന്നെ എല്ലാ സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാനോ ജീവിക്കാനോ പറ്റത്തില്ല. അതിന് പഠിച്ചേ പറ്റൂ, ചെയ്തേ പറ്റൂ.